ഹലോ. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണല്ലേ, എനിക്ക് ഈ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മുതൽക്കേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്ന് വെച്ചിട്ട് നമുക്ക് പണ്ടൊന്നും അതിനുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഇല്ല. വല്ലപ്പോഴും എനിക്കൊക്കെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ആൻറ്റിയുടെ മക്കളൊക്കെ വരുമ്പോഴാണ് കേട്ടോ ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, വലിയ ആൻറ്റിയുടെ മോനൊക്കെയാണ് ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ പിന്നെ പാപ്പൻ, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഫോട്ടോസൊക്കെ കുറച്ചെങ്കിലൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾക്ക് അങ്ങനെ ഫോട്ടോസ് എടുക്കാനുള്ള അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു കേട്ടോ പണ്ട് മുതൽക്കേ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കണ്ണൻകുട്ടിയുടെയും കല്യാണിയുടെയും ചെറുപ്പം മുതലേക്കുള്ള എല്ലാ ഫോട്ടോസുകളും സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ ആണെങ്കിലും 1 വയസ്സ് മുതലേക്ക് ഇപ്പോൾ 10 വയസ്സ് വരെയുള്ള ഫോട്ടോസുകൾ നമ്മളുടെ കയ്യിൽ ഉണ്ട്. ഫ്രെയിം ചെയ്ത് വെക്കും കേട്ടോ വീട്ടിൽ. കല്യാണിക്കുട്ടിയുടെയും അങ്ങനെ തന്നെ എല്ലാ വയസ്സിലും ഫോട്ടോസ് ഞാൻ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാറുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാനാണെങ്കിലും അതൊരു സുഖമുള്ള ഓർമ്മകളല്ലേ. അപ്പോൾ കണ്ണൻ്റെ 11 വയസ്സിലത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോരോ തിരക്കുകളും ഒക്കെ കാരണം ഞാൻ 11 വയസ്സിലത്തെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ചേട്ടൻ്റെ ഫ്രണ്ട്, ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ആൾ വന്നിട്ടാണ്, വീട്ടിൽ വന്നിട്ടാണ് കണ്ണൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ സമയം തന്നെ കേട്ടോ കണ്ണൻ്റെ ഒരു ഫോട്ടോ നല്ലതായിട്ട് കിട്ടണമെങ്കിൽ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും തലയൊക്കെ അനയ്ക്കും ഒക്കെ പോകുമ്പോഴേ ഞാൻ ശരിക്കും ഒന്ന് വയർത്ത് പോകട്ടോ അവനെ ശരിക്കും ഒന്ന് ഇരുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴായത് പിന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ആൾക്ക് അയച്ചു കൊടുക്കും, ആളത് ഫ്രെയിം ചെയ്ത് നമുക്ക് തരാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഫോട്ടോ എടുക്കാനായിട്ട് ഇനി വൈകിച്ചാൽ ശരിയാവില്ലെന്ന് വിചാരിച്ചിട്ട് കണ്ണൻകുട്ടിയുടെ ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓണക്കോടി ഇട്ടിട്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നല്ല പണി പെട്ടു കേട്ടോ. ആൾക്കാണെങ്കിലേ രാവിലെ നേരത്തെന്ന് പറഞ്ഞാൽ അവന് നല്ല ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് പോലെയാണ്. അവന് ആ ഒരു ടാബ്ലറ്റിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു, ഒരു ഉറക്കം തൂങ്ങിയിരിക്കുന്നത് പോലെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്തു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഡ്രസ്സൊക്കെ ഊരി ആദ്യം ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, നമുക്ക് ഈവനിങ്ങിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് ആഗ്രഹം ഇല്ലാണ്ടല്ല കേട്ടോ, പക്ഷെ ആൾക്ക് ഉറക്കം വരുന്നുണ്ട്. അത് കാരണം ആളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞ് പോവുക, ഉറങ്ങി പോവുക, അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ഭംഗിയിലുള്ളൊരു ഫോട്ടോ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈവനിങ്ങിൽ ഞാൻ ഒന്നും കൂടെ അവനെ ആദ്യം ആ ഡ്രസ്സൊക്കെ ഇടിയിച്ച്, അപ്പോൾ നമ്മുടെ അപ്പുറത്തേക്കുള്ള കുട്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടുവിനെ കണ്ടപ്പോൾ കണ്ണൻ ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ അവർ രണ്ടാളും കൂടെ കളിച്ചും ഒക്കെ ഇരുന്നപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റി കേട്ടോ. അവന് നല്ല മൂഡാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവൻ ചിരിക്കില്ല, മുഖമൊക്കെ കയറ്റിയൊക്കെ വെച്ച്. അപ്പോൾ നമുക്കങ്ങനെ നല്ല ഫോട്ടോസൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ കണ്ണനും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പിന്നെ കുറച്ച് നേരം കുട്ടൻ്റെ കൂടെയൊക്കെ കളിച്ചു കിട്ടോ കണ്ണൻ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണേ.